ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റവ കൊണ്ട് അപ്പം തയ്യാറാക്കുന്ന വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് എങ്ങനെ റവ കൊണ്ട് അപ്പം തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റവ അപ്പം തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുക. റവ ഇനി വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒക്കെ രണ്ടാണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൈദ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതേ അളവിൽ ചേർത്ത് കൊടുക്കുക. സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈസ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊരു ടീസ്പൂണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. ഇളം ചൂടുള്ള വെള്ളമാണ്. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ചൂട് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഈ ഒരു മാവ്. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലൊട്ടും ഇനി വെള്ളമൊന്നും ചേർക്കരുത്. ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചത് നമുക്ക് പാകമാണ്. അതൊരു കറക്റ്റ് അളവാണ്. ഇനി ഇത് നമ്മൾ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മാവൊന്ന് പതഞ്ഞ് കിട്ടാനാണ്. ഏകദേശം ഇപ്പോൾ എനിക്ക് 20 മിനിറ്റാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായ മാവായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഹോൾസ് വരുമ്പോൾ ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അതവിടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. നമുക്കിതെടുത്ത് മാറ്റാം. അപ്പം നല്ല ഹോൾസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കുമ്പോഴും ചട്ടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. നല്ല പരത്തി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനിതാ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പത്തിന് കണ്ടോ ഹോൾസ് വരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിനി മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് അതെന്നുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും ഒക്കെ ഇത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ കൂടുതലായിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചൂടുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി, ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.